സാധിക്കുന്നത് എന്തും മരണത്തിന് മുമ്പുള്ളതാണ്. ജീവിതം മരണത്തിന് മുമ്പ്, മരണാനന്തര ജീവിതം. മരണത്തിനോട് കൂടി എന്തെങ്കിലും സാധിക്കാൻ പറ്റുമോ? മരണാനന്തരമുള്ള ജീവിതം ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന ആ സ്വർഗമണ്ഡലത്തിലുള്ള ജീവിതമാണ്. ഒരു നന്മ ചെയ്താൽ മതി, 100 പേര് ഓർത്ത് വയ്ക്കും. 1000 നന്മ ചെയ്താലോ അമരത്വം ചാർത്തിത്തരും. അതാണ് ഈ പ്രപഞ്ചം. അവർക്ക് മരണമില്ല 1000 നന്മ ചെയ്താൽ. നന്മയുള്ളവരെ ഓർത്തിരിക്കുകയുള്ളൂ, നന്മ മാത്രമേ ഓർത്തിരിക്കുകയുള്ളൂ. അതാണ് സ്വർഗത്തിൽ ഇടം പിടിക്കുക. നമ്മൾ എവിടെയാണ് നമ്മളുടെ ആചാര്യന്മാരെല്ലാവരും ജീവിച്ചിരിക്കുന്നത്? നമ്മളുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡലത്തിലാണ് അവരുടെ മരണാനന്തരമുള്ള ജീവിതം. അല്ലാതെ എവിടെയെങ്കിലും ജീവിതമുണ്ടോ? നരകം എന്ന് പറഞ്ഞാൽ മറവിയാണ്. മറവിയുടെ നരകാന്തകരത്തിലേക്ക് നമ്മൾ തള്ളപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരമുള്ള നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വന്തം മക്കളെ പോലും ഓർക്കാത്ത, ഓർമ്മകളുടെ വെളിച്ചം കടന്നു ചെല്ലാത്ത മറവിയുടെ നരകാന്തകാരത്തിലേക്ക് നമ്മൾ തള്ളപ്പെടും. നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ എരുതിയിൽ ഇട്ട് വറുക്കുന്ന പോലെ വിമർശിച്ചു കൊണ്ടിരിക്കും. നമ്മളെ ഓർമ്മിക്കുന്നത് തന്നെ നമ്മളെ വിമർശിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, നമ്മളെ തപിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ താപത്തിലാണ്, വറചട്ടിയിൽ വീണെന്ന് പറയുന്നില്ലേ നരകത്തിൽ, അതാണത്.